വിശുദ്ധ യൗസേപ്പിൻ്റെ അത്ഭുത ഗോവണി. ന്യൂ മെക്സിക്കോ ദേശത്ത് മിഷൻ പ്രവർത്തനത്തിന് വന്ന ലൊറേറ്റോ സിസ്റ്റേഴ്സ് അവർക്കും സ്കൂൾ കുട്ടികൾക്കും വേണ്ടി മനോഹരമായ ഒരു ചെറിയ ചാപ്പൽ പണിയിച്ചു. ആ ചാപ്പലിൻ്റെ മുകളിലായിരുന്നു സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനാ മുറി. അതിൽ നിന്നും ചാപ്പലിലേക്ക് വരാൻ വേണ്ടി ഒരു ഗോവണി ചാപ്പലിലെ സ്ഥലം നഷ്ടപ്പെടുത്താതെ ഉണ്ടാക്കാൻ പല ആശാരിമാരും നോക്കിയിട്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിശുദ്ധ യൗസേപ്പിൻ്റെ ഭക്തയായ മദർ മഗ്ദലിൻ വിശുദ്ധ യൗസേപ്പിൻ്റെ സ്തുതിക്കായി നൊവേന ആരംഭിച്ചു. കുട്ടികളും കന്യാസ്ത്രീമാരും 9 ദിവസം നൊവേന പ്രാർത്ഥന ഭക്തിയോടെ നടത്തി. 9ാമത്തെ ദിവസം നരബാധിച്ച ഒരു നാടോടി പണിക്കാരൻ കഴുതപ്പുറത്ത് അവിടെ എത്തി. "ഞാൻ ഗോവണി ഉണ്ടാക്കിത്തരാം" എന്ന് പറഞ്ഞു. മദർ അദ്ദേഹത്തിൻ്റെ പേര് പോലും ചോദിക്കാതെ സമ്മതിച്ചു. നാടോടി പണിക്കാർക്ക് പണി പൂർത്തിയാക്കിയതിന് ശേഷമാണ് പണിക്കൂലി കൊടുക്കുന്നത്. പണി പൂർത്തിയാക്കിയപ്പോൾ അയാൾക്ക് പണം നൽകാൻ വേണ്ടി മദർ മഗ്ദലിൻ അവിടെ എത്തി. എന്നാൽ ആ പണിക്കാരൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. തടി വിൽക്കുന്നവരുടെ അടുത്ത് മദർ എത്തിയപ്പോഴാണ് തടി അവിടെ നിന്നും വാങ്ങിയിട്ടില്ല എന്ന് അറിഞ്ഞത്. ഏറ്റവും വലിയ അത്ഭുതം സ്പ്രിംഗ് പോലെയുള്ള ആ ഗോവണിക്ക് അതിനെ താങ്ങി നിർത്തുന്ന ഒരു തൂണില്ല എന്നതാണ്. അതിമനോഹരമായ ആ ഗോവണിയുടെ തടി ആ ദേശത്തില്ലാത്ത തടിയായിരുന്നു. ആ ഗോവണിക്ക് ശാസ്ത്രീയമായ ഒരു വിശദീകരണം നൽകാൻ ഇന്നും എഞ്ചിനീയർമാർക്ക് സാധിക്കുന്നില്ല. തൻ്റെ മാധ്യസ്ഥം തേടുന്ന മക്കളെ യൗസേപ്പിതാവ് എவ்விധം സഹായിക്കുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് ലൊറേറ്റോയിലെ അത്ഭുത ഗോവണി.